ഓഫീസർ ഓൺ ഡ്യൂട്ടിക്ക് ശേഷം കുഞ്ചാക്കോ ബോബൻ്റെ ഒരു വേറിട്ടൊരു പെർഫോമൻസ്, ഒരു മറ്റേ ഈ ദുരൂഹ സാഹചര്യത്തിൽ ആ സിനിമയ്ക്ക് ശേഷം കുഞ്ചാക്കോ ബോബൻ്റെ പെർഫോമൻസ് നന്നായിട്ടുണ്ട്. പിന്നെ 2-3 ഹൊറർ സീൻസ് എല്ലാം വളരെ ഗംഭീരമായിട്ടുണ്ട്. പിന്നെ ചിലയിടങ്ങളിൽ ചെറിയ ഒരു വലിച്ചു നീട്ടലുണ്ടെങ്കിലും സ്ക്രിപ്റ്റൊക്കെ ഗംഭീരമാണ്, അടിപൊളിയാണ്. ഒരു ത്രില്ലർ പടമാണ്. ത്രില്ലറും ഒരു ഹാഫ് ഹൊറർ എന്ന് വേണമെങ്കിലും പറയാം. ഹൊറർ സൈക്കോളജിക്കൽ ത്രില്ലർ. ഒരു നമ്മുടെ മലയാളിയുടെ സാധാരണ കാഴ്ചപ്പാടുകളിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ചെയ്തിരിക്കുന്ന, ഇതിനു മുമ്പൊന്നും വന്ന് കണ്ടിട്ടില്ലാത്ത ഒരു പ്രസൻറ്റേഷനാണ്. നല്ല പടം, തിയേറ്ററിൽ വന്ന് കാണാം. ചാക്കോച്ചൻ്റെ ഗംഭീര പെർഫോമൻസ് കിടിലം. വേറിട്ട ത്രില്ലറാണ്. വ്യത്യസ്തതയുണ്ട്. ഒരു എക്സ്പെരിമെൻ്റൽ മൂവിയാണ്. ആർക്കും എല്ലാവർക്കും ചിലപ്പോൾ ദഹിക്കണമെന്നില്ല, പക്ഷേ നല്ല സിനിമാ ആസ്വാദകർക്കൊക്കെ വളരെയധികം ഇഷ്ടപ്പെടും. നല്ല പടമാണ്. പടം കൊള്ളാം, നല്ല പടമാണ്. നോർമലിയുള്ള ഇൻവെസ്റ്റിഗേഷൻ ത്രില്ലർ. പിന്നെ ഷാഹിർ ഖാറിൻ്റെ മുന്നത്തെ പടങ്ങളിൽ തന്നെയാണ് ഇൻവെസ്റ്റിഗേഷനും കാര്യങ്ങളൊക്കെയാണ്. പിന്നെ ഇതിൽ കുറച്ചൊരു ഹൊറർ എലമെൻറ്റ്സും കൂടെ ആഡ് ചെയ്തിട്ടുണ്ട് പുള്ളി. ആ ഒരു പിന്നെ പെർഫോമൻസ് കാര്യങ്ങളൊക്കെ അത്യാവശ്യം നന്നായിട്ട് തന്നെ ഉണ്ടായത്. മ്യൂസിക് കുറച്ചും കൂടെ ഒന്ന് റെഡിയാക്കാനും തോന്നി. ഓവറോൾ കൊള്ളാം, നല്ല പടം തന്നെ. കൊള്ളായിരുന്നു. ലൈക്ക് എന്താണ് ആ ഷാഹിദ് കബീറിൻ്റെ ഒരു പോലീസ് സ്റ്റോറി അങ്ങനത്തെ ഒരു ഇതാണ് പോകുന്നത്. പക്ഷേ സെക്കൻഡ് ഹാഫ് ഒരു യൂഷ്വൽ എൻഡിങ് ആയിപ്പോയി. അത് സ്റ്റാർട്ടിങ് കുറച്ച് ഇങ്ങനെ ഡാർക്കായിട്ട് വന്ന് ലൈക്ക് എന്താണ് ഈ സൂപ്പർ നാച്ചുറൽ എലമെൻ്റൊക്കെ കയറ്റി വന്നിട്ട് ക്ലൈമാക്സ് അങ്ങനെ ആവുമെന്ന് വിചാരിച്ച്. ക്ലൈമാക്സ് വളരെ നോർമലായിട്ടൊരു ക്ലൈമാക്സ് ആണ്. എനിവേ പോലീസ് സ്റ്റോറി തന്നെയാണ് പുള്ളിക്കാരൻ്റെ വക, അടിപൊളിയാണ്. ലൈക്ക് ഈ കുഞ്ചാക്കോൻ്റെ പെർഫോമൻസ് ഒക്കെ ഒരു സ്ഥിരം സ്റ്റൈലിൽ വന്നില്ല. എന്നാൽ ചെറിയ ലോജിക്കൽ ഇഷ്യൂസ് ഒക്കെ ഉണ്ട്. കഴിഞ്ഞ പടം വെച്ച് നോക്കുമ്പോഴത്തേക്കും ഷാഹിദ് ലാസ്റ്റ് പടം വെച്ച് നോക്കുമ്പോഴത്തേക്കും ആ ഒരു ലോജിക് ഇഷ്യൂസ് സാധനമുണ്ട്. പിന്നെ ഒരു ഫുൾ ഓൺ പോലീസ് മൂവി ആണോ എന്ന് വെച്ചതല്ല, കുറച്ച് അല്ലാത്ത കുറച്ച് പരിപാടികളും കൂടെ പിടിച്ചിട്ടുണ്ട്. കൊള്ളാം, അടിപൊളി ഫിലിം, നല്ല ഫിലിം, നല്ല ഫിലിം, നല്ല കൊള്ളാം. ഒരു ആവറേജ് പടമായിട്ടാണ് തോന്നിയത്. മിഡിലൊക്കെ വെച്ച് നല്ല ലാഗ് ഉണ്ടായിരുന്നു. പിന്നെ കൊള്ളാം, പുള്ളിക്കാരൻ്റെ ചില ഫൈറ്റ് സീൻസ് ഒക്കെ ഉണ്ട്, അത് നൈസായിരുന്നു. ആ ഫ്രെയിംസൊക്കെ അവർ നല്ലോണം മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട്, നൈസായിരുന്നു. എല്ലാവരും കൊള്ളായിരുന്നു. കൂടെയുള്ള ഫീമെയിൽ ആക്ടറാണെങ്കിലും നൈസായിരുന്നു.